ഒരു പുതിയതായ ഒരു വാദം കേൾക്കുമ്പോൾ, ഒരു കാര്യം കേൾക്കുമ്പോൾ, ഇതുകൂടി ദീനിലുള്ളതാണെന്ന് കേൾക്കുമ്പോൾ, നമുക്ക് അപരിചിതമായ ഒരു കാര്യം ഇത് ദീനിൽ ഇല്ലാത്തതാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഉരസകല്ലിൽ ഉരച്ചു നോക്കിയാൽ മതി. റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? മുൻഗാമികൾക്ക് പരിചയമുണ്ടോ? ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജാറങ്ങളും മക്ബറുകളും, അതേപോലെ തന്നെ മഹാന്മാരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ജാറങ്ങളിലും മക്ബറുകളിലുമുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്. അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളതാണോ? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ? അതേപോലെ തന്നെ മാലമൗലിദുകൾ, കബർ കെട്ടിപ്പൊക്കുന്ന പ്രവർത്തനങ്ങൾ, കബറുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങൾ, ഹജ്ജാത്ത് മാതീബുകൾ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പേരിൽ വാറോലകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായി അവതരിപ്പിക്കുന്ന ആളുകൾ, വികലമായ മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഹദീസുകളാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകൾ പോലും നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മൂശയിലിട്ട് വാർത്ത്, ബുദ്ധിയുടെ മൂശയിലിട്ട് വാർത്ത് ശരിയാക്കി നമുക്ക് കാലഘട്ടത്തിനും നാടിനും നാട്ടാർക്കും നമുക്കുമൊക്കെ യോജിച്ചെങ്കിൽ മാത്രമേ സ്വീകരിച്ചാൽ മതി എന്നുള്ള പുതിയ നിലപാട്. അതല്ല, അത് കുറെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള നിലപാടാണ്. ഈ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്നുള്ളത് നമുക്ക് വരച്ചു നോക്കാൻ എളുപ്പമുണ്ട്.